ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 70 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പ്യൂൺ അറ്റൻഡർ എക്സാമിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. LDC, VEO എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് PDF ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലഭിക്കുന്നതാണ്. ബ്ലോഗിൽ പോയി കഴിഞ്ഞാൽ, മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സും ലഭിക്കുന്നതാണ്. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള 50 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ LGSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മാത്സിൻ്റെ സോൾഡ് ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ഇതെല്ലാം ബ്ലോഗിൽ ലഭിക്കുന്നതാണ്. ഓക്കെ. കേരളത്തിൽ പ്രചരിച്ചിരുന്ന സ്പാനിഷ് നാണയം ഏതാണ്? റിയർ. കേരളത്തിൽ പ്രചരിച്ചിരുന്ന സ്പാനിഷ് നാണയമാണ് റിയർ. കേരളത്തിൽ പ്രചരിച്ചിരുന്ന സിലോൺ നാണയം അല്ലെങ്കിൽ ശ്രീലങ്കൻ നാണയം ഏതായിരുന്നു? ഈഴക്കാശ്. പരശുരാമൻ നടപ്പിലാക്കിയതായി പറയുന്ന നാണയമാണ് രാശി. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കൃഷ്ണ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ. മധ്യപ്രദേശിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. മധ്യപ്രദേശിൽ മുൻതായ് എന്ന പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് താപ്തി നദിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകൻ മാലിക് കാഫർ. അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകനാണ് മാലിക് കാഫർ. ദരിദ്രരായ ജനങ്ങൾക്ക് ചികിത്സയ്ക്കായി ദാറുൽ ഷിഫ എന്ന പേരിൽ ആശുപത്രി പണികഴിപ്പിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ദാറുൽ ഷിഫ എന്ന പേരിൽ ആശുപത്രി പണികഴിപ്പിച്ചത്. തിമൂറിൻ്റെ തലസ്ഥാനമാണ് സമർഖണ്ഡ്. വിജയനഗരത്തിലെ ഏത് ഭരണാധികാരിയുടെ കാലത്താണ് അബ്ദുൾ റസാഖ് സന്ദർശിച്ചത്? ദേവരായ രണ്ടാമൻ. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച വിജയനഗര രാജാവ് തിരുമല നായിക്. കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകൻ കരുനന്ദടയ്ക്കൻ. കോലത്തുനാടിൻ്റെ ആസ്ഥാനം കണ്ണൂർ. ചേര സാമ്രാജ്യത്തിലെ ഭൂനികുതി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പദവാരം. വേണാടിൻ്റെ തലസ്ഥാനം കൊല്ലം. കോട്ട സ്ഥിതി ചെയ്യുന്ന നദീതീരം ചമ്പൽ നദീതീരം. ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം സുബർണരേഖ എന്നാണ്. കബീറിൻ്റെ ഗുരു രാമാനന്ദൻ. മറാത്ത കബീർ തുക്കാറാം. കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന പോർച്ചുഗീസുകാർ ഡ്വാർട്ട ബർമോസ, ഡൊമിംഗോ പയസ്. ബീജക് രചിച്ചത് കബീർ. ഭാരതത്തിൽ ഏറ്റവും വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ കാണപ്പെടുന്ന പ്രദേശം UP ഹിൽസ്. തേയിലയിൽ കാണപ്പെടുന്ന അമ്ലാംശം ടാനിക് ആസിഡാണ് തേയിലയിൽ. മനുഷ്യ ശരീരത്തിനെ തുലന നിലയിൽ നിർത്തുന്നത് ഏതവയവം? ആന്തരകർണം. പാമ്പുകടി മൂലം തകരാറിലാകുന്ന ശരീരഭാഗം നാഡീവ്യൂഹം. പച്ചിലച്ചെടിയിൽ നിന്നും രാത്രി പുറപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. തലച്ചോറിൽ നിന്നും ക്രമവിരുദ്ധമായ വൈദ്യുതി ഡിസ്ചാർജ് സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം അപസ്മാരം. വളരെ ആഴത്തിൽ വിതച്ച വിത്ത് മുളയ്ക്കുന്നില്ല. കാരണം ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട്. മനുഷ്യനിൽ ലിംഗനിർണയം നടത്തുന്ന ക്രോമസോം ഏത്? Y ക്രോമസോം. മുലപ്പാലിൽ എത്ര ഊർജം അടങ്ങിയിട്ടുണ്ട്? 70 kcal/100 ml. ഭാരം കൂടിയ കരളുള്ള ജീവി ഏത്? പന്നി. അധികമായാൽ കരളിൽ അടിയുന്ന വൈറ്റമിൻ A. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം D. ആമാശയത്തിൻ്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാവാൻ എത്ര ദിവസം? 30 ദിവസം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പട്ടണം വെഞ്ചുവാൻ. ചൈനയിലാണ് വെഞ്ചുവാൻ. കേരള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ശക്തൻ തമ്പുരാൻ എന്ന കൃതി രചിച്ചത് പുത്തേഴത്ത് രാമൻ മേനോൻ. 1996 ഏപ്രിൽ 1 ചാരായ നിരോധനം ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി
A.K. ആന്റണി. കേരളത്തിലെ നിയമസഭകളിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി K.M. മാണി. E.K. നായനാർ കേരളത്തിൽ എത്ര ദിവസം മുഖ്യമന്ത്രിയായിരുന്നു? 4006 ദിവസം. പെറുക്കി വയ്ക്കാവുന്ന മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച് അച്ചടിച്ചു വന്ന ആദ്യത്തെ പത്രം ജ്ഞാന നിക്ഷേപം. മലയാളത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രമായ കേരള പത്രിക ആരംഭിച്ചത് പി. കുഞ്ഞിരാമ മേനോൻ. ഭാരതത്തിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ നാട്ടുരാജ്യം തിരുവിതാംകൂർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ K.M. പണിക്കർ. സൈലന്റ് വാലിക്ക് ആ പേര് ലഭിക്കാൻ കാരണം ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാൽ. മരുമക്കത്തായം പൂർണ്ണമായും ഇല്ലാതാക്കിയ കൂട്ടുകുടുംബ നിരോധന നിയമം കേരള നിയമസഭ പാസാക്കിയത്. കൂട്ടുകുടുംബ നിരോധന നിയമം പാസാക്കിയത് 1976 തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ വീട്ടുതടങ്കലിലാക്കിയ പ്രശസ്തനായ കവി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ആറന്മുള വള്ളംകളി. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സംഭാവനയായ കലാരൂപം മാർഗം കളി. തിരുവിതാംകൂറിലെ ഝാൻസി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. ചരിത്രപ്രസിദ്ധമായ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ. കൊച്ചി രാജ്യത്തെ അടിമത്തം അവസാനിപ്പിച്ചത് ദിവാൻ ശങ്കരവാര്യർ 1814. മലബാർ ലഹള പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ദുരവസ്ഥ. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? P.G.N. ഉണ്ണിത്താൻ ആക്ടിംഗ് ദിവാനായിരുന്നു. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ചാൾസ് വിൽക്കീൻസ്. മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് വില്യം ജോൺസ്. എല്ലാ സത്യങ്ങളുടെയും അന്തസത്തയാണ് വേദങ്ങൾ എന്നഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതി. അദ്ദേഹമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. അശോകനെ സ്വാധീനിച്ച ബുദ്ധ സന്യാസി ഉപഗുപ്തൻ. കനിഷ്കന്റെ സരസിലെ പ്രശസ്തനായ നാടകകൃത്ത് അശ്വഘോഷൻ. ഇന്ത്യയിൽ ആദ്യമായി കരിഞ്ചന്ത തടയുന്നതിനായി കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയത് അലാവുദ്ദീൻ ഖിൽജി. ഭാഗ്യവാൻ എന്ന് അർത്ഥം വരുന്ന പേരുള്ള ഏത് രാജാവിനെയാണ് ദുർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്ന് വിളിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രമാണ് ഭാഗ്യവാൻ എന്നുണ്ടായിരുന്നുള്ളൂ. ഹുമയൂൺ. സൈന്യത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള അക്ബറിൻ്റെ സംവിധാനം മാൻസബ്ദാരി സിസ്റ്റം. വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ച് മരിച്ച ഭരണാധികാരി ഷേർഷാ. ഷാജഹാൻ പണി കഴിപ്പിച്ച മയൂര സിംഹാസനത്തിൽ എത്ര മൈലുകളാണുള്ളത്? 24 മൈലുകൾ. അലാവുദ്ദീൻ ഖിൽജി ഹിന്ദുക്കളുടെ മേൽ ഏർപ്പെടുത്തിയ നികുതി വീട്ടുനികുതി. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ജനകീയവൽക്കരിച്ച നേതാവ് ഗാന്ധിജി. ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. കേരളത്തിൽ പ്രചരിച്ചിരുന്ന സ്പാനിഷ് നാണയമാണ് റിയർ. കേരളത്തിൽ പ്രചരിച്ചിരുന്ന സിലോൺ നാണയമാണ് ഈഴക്കാശ്. പരശുരാമൻ നടപ്പിലാക്കിയതായി പറയുന്ന നാണയം രാശി. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കൃഷ്ണ. മധ്യപ്രദേശിലെ മുൻതായ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി താപ്തി. അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകൻ മാലിക് കാഫർ. ദരിദ്രരായ ജനങ്ങൾക്ക് ചികിത്സയ്ക്കായി ദാറുൽ ഷിഫ എന്ന പേരിൽ ആശുപത്രി പണികഴിപ്പിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്. തിമൂറിൻ്റെ തലസ്ഥാനം സമർഖണ്ഡ്. വിജയനഗരത്തിലെ ഏത് ഭരണാധികാരിയുടെ കാലത്താണ് അബ്ദുൾ റസാഖ് സന്ദർശിച്ചത്? ദേവരായ രണ്ടാമൻ. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച വിജയനഗര രാജാവ് തിരുമല നായിക്. കാന്തളൂർ ശാലയുടെ സ്ഥാപകൻ കരുനന്തടയ്ക്കൻ. കോലത്തുനാടിൻ്റെ ആസ്ഥാനം കണ്ണൂർ.
ചേര സാമ്രാജ്യത്തിലെ ഭൂനികുതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പദവാരം. വേണാടിൻ്റെ തലസ്ഥാനം കൊല്ലം. കോട്ട സ്ഥിതി ചെയ്യുന്ന നദീതീരം ചമ്പൽ നദീതീരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നോട്ട്സ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലിങ്ക് ലഭിക്കും. അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.